ഇപ്പോൾ കൊല്ലത്തുനിന്ന് ഒരു പയ്യൻ വിളിച്ചു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രൊഫൈലും ഫോട്ടോയും ഇപ്പോൾ ജാതകക്കുറിപ്പ് ആവശ്യമുണ്ടെങ്കിൽ ജാതകക്കുറിപ്പൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം നമ്മളവർക്ക് സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് കാര്യമില്ല. വിവാഹം നടക്കും എന്ന് പറഞ്ഞിട്ടൊരു സ്വപ്നങ്ങൾ നൽകാൻ പറ്റില്ല. അപ്പോൾ ആളാണെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ പോരാത്തതിന് വെൽഡിങ്ങിൻ്റെയാണ് വർക്ക്. അപ്പോൾ ആളോട് പറഞ്ഞ കാര്യങ്ങൾ മറ്റ് ആൺകുട്ടികളും കൂടി അറിയാൻ വേണ്ടിയിട്ട് ആണത് പറയുന്നത്. അപ്പോൾ ഇത്തരം വ്യക്തികൾ, കൂലിപ്പണിക്കാർ, അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എന്തിനു പറയുന്നു, GCC കൺട്രീസിൽ ഒരു ഡിഗ്രി ചോടെയുള്ള ഒരു ആൾ വർക്ക് ചെയ്യുന്നത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്തിനു പറഞ്ഞു, ഗവൺമെൻറ് ജോലിക്കാർക്ക് പോലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക പെൺകുട്ടികളും നന്നായി പഠിക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്ക് ചേക്കേറാൻ വേണ്ടിയിട്ട്. കാരണം അതിന് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ ഇന്ന് വിവാഹം കഴിക്കാൻ ആകെ ആഗ്രഹിക്കുന്നത് ആൺകുട്ടികൾ മാത്രം, അല്ലെങ്കിൽ യുവാക്കൾ മാത്രം. അത് നിരന്തരം പെണ്ണ് അന്വേഷിച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ ജോലി ചെയ്യുന്ന, GCC കൺട്രീസിൽ ജോലി ചെയ്യുന്ന, കണ്ടെയ്നർ ഓടിക്കലാണ് പണി. 10 സെൻറ്റ് സ്ഥലം സ്വന്തമായി വാങ്ങിയിട്ട് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വീട് മേടിച്ചു. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ തവണ 2-3 മാസത്തിന് ലീവിന് വരുമ്പോഴും പെണ്ണന്വേഷിക്കും. 40 വയസ്സുമായി, നല്ല ചന്തള്ള പയ്യൻ, 6 അടി ഹൈറ്റ്, വെളുത്തിട്ടുള്ള ഒരു അത്യാവശ്യത്തിലധികം ആരോഗ്യം ഉള്ള ഒരു വ്യക്തി. ഇപ്പോൾ അമ്മ മരിച്ചിട്ട് വന്ന് പോയി, പെണ്ണന്വേഷിച്ചിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അതാണ് നമ്മുടെ കേരള നാട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓരോ വർക്കിനും നമ്മൾ സ്റ്റാൻഡേർഡും കൾച്ചറൊക്കെ നിർണ്ണയിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളവർ. അതായത് ഒരു സെക്യൂരിറ്റിക്ക് ഇന്ന സ്ഥാനം, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാർക്ക് ഇന്ന സ്ഥാനം, അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന സ്ഥാനം, അതുപോലെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന സ്ഥാനം, സൈനിക മേഖലയിൽ, ഇന്ത്യൻ മിലിറ്ററി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു സ്ഥാനം, കേരളത്തിലെ പോലീസുകാർ തൊട്ടിട്ട് ഫോറസ്റ്റ് ഗാർഡ്, അതുപോലെ എക്സൈസ് ഗാർഡ് തുടങ്ങിയ ഫോഴ്സുകളുടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, SI, CI. ഇപ്പോൾ CIക്ക് പകരം സ്റ്റേഷൻ ഓഫീസറായിട്ട് എന്നൊക്കെ പറയും. പിന്നെ DYSP എന്നുള്ള റാങ്കിങ് ഇവിടെ കാണാനില്ല. ഇപ്പോൾ അസിസ്റ്റൻറ്റ് കമ്മീഷണർ കാണുന്നത് അങ്ങനെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ മിനിമം ഒരു SIയുടെ പോസ്റ്റിന് താഴെയുള്ള കോൺസ്റ്റബിളിൻ്റെ വാല്യൂ കൽപ്പിക്കുള്ളൂ. അതുപോലെ ഓരോ മേഖലയിലും, ഇപ്പോൾ പ്രൈവറ്റ് മേഖല, ഞാനൊക്കെ മറ്റേ സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്താൽ, ഈ സെക്യൂരിറ്റി ഗാർഡ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ, ഞാൻ ഒരു NCCക്കാരൻ 5 വർഷം മുമ്പൊക്കെ 5 കൊല്ലമൊക്കെ NCCയിൽ വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊരു ജോലി തിരഞ്ഞെടുത്ത് സെക്യൂരിറ്റിയായിട്ട് പോയപ്പോൾ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വില കെട്ടൊരു പണിയാണെന്ന് അത് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ നമ്മൾ ഓടിക്കുമ്പോൾ ആണ് മനസ്സിലാവുന്നത് ഓട്ടോറിക്ഷയ്ക്ക് ഓടിക്കുന്നത് വാല്യൂ. അപ്പോൾ ഓട്ടോറിക്ഷക്കാരനൊരു വാല്യൂ ഉണ്ട്.
അതുപോലെ ഡ്രൈവർമാരിൽ ഓരോ ഡ്രൈവർമാർക്കും വിലയുണ്ട്. സംഗതിയൊക്കെ വണ്ടി ഓരോ തരത്തിൽ ഓടിക്കുകയും ടാക്സി ഡ്രൈവർമാർക്കൊരു വാല്യുണ്ട്. അതുപോലെ വീട്ടു ഡ്രൈവർമാർക്ക് ഒരു വാല്യുണ്ട്. വീട്ടു ഡ്രൈവർമാരുടെ കാര്യം കേട്ടപ്പോഴാണ് ഞാൻ നാണം കിട്ടത്. 15,000 രൂപയാണ് ഒരു മാസത്തെ ശമ്പളം. ഈ ഒരു ദിവസം 500 റുപ്യ കിട്ടിയ ടൗണിൽ പോയിട്ട് ഒരു കടയിൽ നിന്ന് 500 തികയില്ല. അപ്പോൾ ഇവിടെ 1/2 ലിറ്റർ അടിക്കുന്നത് കൂലിപ്പണിക്കാരെ പിന്നെയും ഭേദം. കാരണം അവർക്കൊരു 1,200 രൂപ വരെ ശമ്പളം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 1,200, 1,500 ഒക്കെ ശമ്പളം കിട്ടണം കാരണം കൂലിപ്പണിക്കാർ. ആ കൂലിപ്പണിക്കാരനെ പോലും വാല്യൂ കൽപ്പിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തൊരു നാട്. അപ്പോൾ വിവാഹം കഴിക്കാതിരിക്കാൻ സ്ത്രീകൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പിന്നീട് പറയും. നിങ്ങളൊരു കാര്യം പറയും. അപ്പോൾ ഇത്തരം ആൺകുട്ടികൾ, ഒരു കൂലിപ്പണിക്കാരനായ ആൺകുട്ടികൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മാട്രിമോണികൾ സന്ദർശിച്ചിട്ട് അവിടെ കുറേ കാശുകൾ കൊണ്ടുകൊടുത്തിട്ടും ബ്രോക്കർമാർ വരുമ്പോൾ 500 മുതൽ 1,000, 2,000 ഒക്കെ വാങ്ങി പോകുമ്പോൾ അത് കൊടുക്കാതിരിക്കുക ബുദ്ധി. കാരണം നേരെ ചൊവ്വേ അറേഞ്ച്ഡ് മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഈ കൂലിപ്പണിക്കാരും പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകളും GCC കൺട്രിയിൽ ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികളും. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നേരെ ചൊവ്വേ അറേഞ്ച്ഡ് മാരേജ് സാധ്യമല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പ്രേമവിവാഹമാണ്. അപ്പോൾ ഈ പ്രേമവിവാഹം ഇപ്പോൾ സത്യം പറഞ്ഞൊരു തെറ്റായി കണക്കാക്കാൻ പറ്റില്ല. പല ആൺകുട്ടികളോടും ആൺകുട്ടികളുടെ വീട്ടുകാരോടും നിങ്ങളെ പ്രേമിച്ചിട്ടായാലും വിവാഹം കഴിച്ചോളാൻ പറയുമ്പോൾ എവിടോ താനൊരു ബ്രോക്കറല്ല, ബ്രോക്കർ ഇതാണോ പറയേണ്ടത്? തൻ്റെ ഒരു പെൺകുട്ടികളുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ മതി. അല്ലാതെ ഞങ്ങളെ പ്രേമിക്കാൻ പഠിപ്പിക്കേണ്ട ഈ വയസ്സുകാലത്ത് പറയുന്ന ഒരു 30 വയസ്സായ തുടങ്ങിയും നമ്മുടെ കേരള ജനതയിലത്തെ ആണായാലും പെണ്ണായാലും പറയാൻ തുടങ്ങും എന്തെന്ന്, ഈ വയസ്സുകാലത്താണ് പ്രേമവും പ്രണയമൊക്കെ. പ്രേമത്തിനും പ്രണയത്തിനും വയസ്സൊന്നുമില്ല. ഞാൻ ഇന്നത്തെ ഈ വിവാഹം കഴിക്കാൻ പറ്റാത്ത ആൺകുട്ടികളോട് പറയാൻ എനിക്കൊരു വാക്യമുള്ളൂ. അറേഞ്ച്ഡ് മാരേജ് നടക്കാൻ സാധ്യതയില്ലാത്ത ആൺപിള്ളേർ വിവാഹം കഴിക്കാൻ പ്രേമവിവാഹം തിരഞ്ഞെടുക്കണം. പ്രേമവിവാഹത്തിന് ജാതിയില്ല, മതമില്ല. അറേഞ്ച്ഡ് മാരേജിൽ പറയുന്ന യാതൊരു കണ്ടീഷനും ഇല്ല. ഇന്ന് സ്ത്രീകളും ഇഷ്ടപ്പെടുന്നത് പ്രേമവിവാഹമാണ്. സ്ത്രീകൾ പ്രേമവിവാഹം ഇഷ്ടപ്പെടാനുള്ള കാരണം ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ പേരെന്താ, എന്താ ചെയ്യണത്, ഏതുവരെ പഠിച്ചു, ഈ 3 ചോദിച്ചു വയ്ക്കുക. അപ്പം ചില വീട്ടുകാർ പറയും ഒരു 5 മിനിറ്റ് ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചോളൂ. ആ അനുവാദം കൂലിപ്പണിക്കാർക്കും പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകൾക്കും സാധാരണ GCC കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇത് നടക്കില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ പെൺകുട്ടികളെ പോലും കാണിച്ചു തരാത്ത വീടായി മാറിയിരിക്കണം. ആദ്യം ചോദിക്കും കൂലിപ്പണിക്കാരനാണോ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഇല്ല, അവൾ പഠിക്കാൻ വീർക്കുക, അല്ലെങ്കിൽ ജോലിക്ക് വീർക്കുക, അല്ലെങ്കിൽ അവളിപ്പോൾ കല്യാണം കഴിക്കണില്ല, അവൾ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ പറയും പഠിച്ചു കഴിഞ്ഞു അവൾ ജോലി കിട്ടിയിട്ടൊക്കെ കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ താല്പര്യമില്ലായ്മ വരുമ്പോഴാണ് ഇത്തരം വാക്കുകൾ പെൺവീട്ടുകാർ പറയുക. അപ്പോൾ ഞാൻ ഈ വിവാഹക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് അമ്മമാർ, അച്ഛന്മാരല്ല. കാരണം അച്ഛന്മാർക്കറിയാം ഏതൊരു ജോലിയാണെങ്കിലും ഇത്ര ശമ്പളം കിട്ടി, ഇത്ര ശമ്പളം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന്. കൂലിപ്പണിക്കാരായ ആളുകൾ പെൺകുട്ടികളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചാൽ അത് ഞാനായാൽ പോലും ഇപ്പോൾ പെൺകുട്ടികളോട് പറയാൻ പറ്റില്ല അച്ഛനും ഇഷ്ടപ്പെട്ട ഒരു കല്യാണം കഴിക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കല്യാണം കഴിക്കുള്ളൂ. അപ്പോൾ അക്കാര്യത്തിൽ എൻ്റെ മക്കളെ പോലും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനൊരേ ഒരു വഴിയുള്ളൂ കല്യാണം കഴിച്ചാൽ പ്രേമിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രേമിക്കണമെങ്കിൽ മിനിമം ഞാൻ അവളുടെ പറഞ്ഞത് ഇങ്ങനെയാണ്. കമ്പി പല തരത്തിലുണ്ട്, വണ്ണത്തിലും വ്യത്യാസം ഉണ്ടാവും, തൂക്കത്തിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഓരോ തരത്തിലെ കമ്പി പോകുക. അപ്പോൾ ആ കമ്പി അറിഞ്ഞിട്ട് വേണം നമ്മൾ അത് വെൽഡ് ചെയ്യാൻ. അല്ലാതെ
കാസ്റ്റൻ വെൽഡ് ചെയ്യണ പോലെ സാധാ പച്ചരുമ്പ് വെൽഡ് ചെയ്യാൻ പറ്റില്ല. പൈപ്പുകൾ അത് ഓരോ വെൽഡിങ്ങിനും ആ അത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകൾ അതിനെ പറ്റിയിട്ട് ചെറുതായെങ്കിലും പഠിക്കണം. ഇപ്പോൾ സ്ത്രീകളെ എങ്ങനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാം, സ്ത്രീകളെ ഇപ്പോൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ വളയ്ക്കാം, എങ്ങനെ പ്രേമിക്കും, എങ്ങനെ നമുക്ക് അവരോട് നമ്മുടെ ഇഷ്ടം പറയും. ഓടി ചെന്നിട്ട് ഒരു പെണ്ണിനോട് വീട്ടായില്ല ഇന്ന കല്യാണം കഴിക്കുമെന്ന് വെച്ചാൽ അവള് ചാടി കടിക്കാനേ പറ്റുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ആ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള സ്വഭാവം പഠിക്കണം. കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ചുള്ള സ്വഭാവം പഠിക്കണം. സ്ത്രീകൾ സത്യം പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തികം, സ്വർണം, അതുപോലെ ഒരുപാട് ധനപരമായ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല സത്യം പറഞ്ഞാൽ. അത് നമ്മൾ അവരെ തന്നെ അത് അടിച്ചേൽപ്പിക്കുന്നത് അത് തെറ്റാണ്. സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രം അനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനായിരിക്കണം അവർക്ക് പങ്കാളിയാവാൻ. ആ ഇഷ്ടപ്പെട്ട പുരുഷൻ നമ്മളൊക്കെ ഒരു ഒരു കുട്ടിയെ ജനിച്ചാൽ നമുക്ക് ഇന്ന വിദ്യാഭ്യാസം വേണം, ആ ജോലി വേണം, ആ ജോലി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചിട്ട് കുട്ടികളെ വളർത്തണം, കുട്ടികളെ അതുപോലെ തന്നെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ ലോക്കൽ പൊളിറ്റിക്സ് തൊട്ടിട്ട് ഓൾ വേൾഡ് പൊളിറ്റിക്സാണ് നമ്മൾ ആണുങ്ങൾ ശ്രദ്ധിക്കുക. അതേസമയം പെൺകുട്ടികൾ അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകൾ ചിന്തിക്കുക എന്താ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടതെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു എടുത്ത ഡ്രസ്സിന് എൻ്റെ അഴകിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് പറയും, കുറ്റം പറയും, അങ്ങനത്തെ ഒരു ഷോർട്സാണ്. അപ്പോൾ അവരെത്ര പഠിച്ചാലും അത്രത്തോളം വളരാറുമില്ല. അപൂർവം സ്ത്രീകൾ നല്ല സാമൂഹിക മേഖലയിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്, ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാർത്ത വായിക്കുന്നതൊക്കെ സ്ത്രീകളാണ്. എന്തിനു പറഞ്ഞു പല തൊഴിൽ സ്ഥാപനങ്ങളിലും നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ സത്യം പറഞ്ഞ് ഭൗതിക സൗകര്യങ്ങളെക്കാളും ആണുങ്ങളെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കാനുള്ളൊരു ഹൃദയം ഉണ്ടാവുന്ന അവർ ചിക്കി. അല്ലെങ്കിൽ ഈ പുരുഷൻ്റെ കീഴിൽ ഞാൻ സുരക്ഷിതയാണോ എന്ന് ചിന്തിക്കും. ആ വാക്കിൻ്റെ അർത്ഥം വേറെ ഒന്നുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ സ്ത്രീകൾ ആണുങ്ങളെ തന്നെയാണ് ഇഷ്ടപ്പെടുക. അപ്പോൾ ആണുങ്ങൾ കുറച്ച് കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ അവരെ തന്നെയാണ് സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ അടിയും തല്ലും വഴക്കും ഉണ്ടാകുന്ന ഗുണ്ടകളെ കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട് പെണ്ണുങ്ങൾ. കാരണം വേറെ ഒന്നല്ല, അവൻ്റെ ഒപ്പം നടന്ന വേറൊരുത്തം കൈവയ്ക്കില്ല എന്നുള്ളൊരു ധൈര്യമുണ്ട്. അതുപോലത്തെ ഒരു സുരക്ഷിതത്വം ഒരു പുരുഷന് ആഗ്രഹിക്കും. വല്ലാണ്ട് നല്ലവനായാലും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടില്ല. കുറച്ചൊക്കെ കുരുത്തക്കേടുകളൊക്കെ ഒപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ അതുപോലെ തന്നെ വളരെയധികം വൃത്തി കൂടിയത് ആദർശം കൂടിയുള്ള ആളുകളെയൊന്നും അധികം താല്പര്യമില്ല. അപ്പോൾ കുറച്ചൊക്കെ അവർ തെണ്ടിത്തരത്തിനും കൂടി പെൺകുട്ടികളുടെ തെണ്ടിത്തരത്തിനും കൂടി കൂട്ടിക്കുന്ന ആളുകൾ തന്നെയാണ് പെൺകുട്ടികളുടെ ഇഷ്ടം. ആണായാലും പെണ്ണായാലും കുരുത്തക്കേട് ഒപ്പിക്കാൻ രണ്ടാളും ഒരുപോലെയാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ സ്ത്രീകളെ പ്രേമിക്കണമെങ്കിൽ സ്ത്രീകളുടെ സ്വഭാവം അറിയണം, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അറിയണം, അവരുടെ കുറവുകൾ അറിയണം. കഴിവുണ്ട് കുറവുണ്ട്. സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും 10 ഇരട്ടി കഴിവുണ്ട്. ഒരേ സമയം അവർക്ക് 10 തൊഴിലുകൾ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അവർക്ക് ടെൻഷൻ ടെൻഷൻ സഹിക്കാനുള്ള ശേഷിയുണ്ട്. അതുപോലെ നിറവ്യത്യാസങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ അറിയാം. സ്മെല്ല് നമ്മളെക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് പിന്നീട് പറയാം. സ്ത്രീകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. അത് ഭയങ്കര രസകരമായിരിക്കും. കാരണം അത് പിന്നീട് പറയും. അപ്പോൾ ഈ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ വുമൺ ക്യാരക്ടർ, ഗേൾസ് ക്യാരക്ടർ ഇൻ മലയാളം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലടിച്ച്
സ്ത്രീകളുടെ ഒരു കുറച്ചെങ്കിലും സ്ത്രീകളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് സ്ത്രീകൾ എന്താണ് ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഒരു ഭർത്താവിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു പിതാവിൽ നിന്ന്, ഒരു സഹോദരനിൽ നിന്ന് ഒക്കെ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരു ഇയർഫോണ് വാങ്ങിയിട്ട് പ്രൈവറ്റായിട്ട് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ള സമയത്ത് സ്വയം കേട്ടുപഠിക്കുക. ആ കേട്ടുപഠിച്ച സ്ത്രീകൾ എന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാവാൻ നമ്മളെ സഹായിക്കും. പിന്നെ സ്ത്രീകളോടുണ്ട് ഓടി ചെന്നിട്ട് ഐ ലവ് യു പറയരുത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കരുത്. ആദ്യം അവരതിനെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കുക. ഫ്രണ്ട്സ്, സ്ത്രീകൾ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സ് പെൺകുട്ടികളാണ്. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സ് സ്ത്രീകളാണ്. അതിനൊരു അർത്ഥം ചാണക്യം പറയുന്നുണ്ട്. സ്ത്രീ പുരുഷ സ്നേഹത്തിനപ്പുറത്ത് ഒരു സ്നേഹമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ചാണക്യൻ. സ്ത്രീകളെ കുറിച്ച് വേറെയും നെഗറ്റീവ് കമൻസൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയാം. ഈ ചാണക്യം പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മുത്തശ്ശൻ, അച്ഛൻ, സഹോദരൻ, അതുപോലെ മകൻ, മരുമകൻ തൊട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾ മുഴുവൻ സ്ത്രീ പുരുഷ സ്നേഹത്തിൻ്റെ പരിധിയിൽ വരും. കാമുകനും കാമുകിയായാലും ജാരനും ജാരി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതായത് ജാരൻ എന്ന വാക്കിന് മാത്രമേ സ്ത്രീലിംഗം ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി ജാരത്തി എന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ സ്ത്രീ പുരുഷ സ്നേഹത്തിനപ്പുറത്തൊരു സ്നേഹമില്ല എന്നാണ് ചാണക്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുരുഷനെ സ്നേഹിക്കാനുള്ള അല്ലെങ്കിൽ സ്ത്രീക്ക് സ്നേഹിക്കാനുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് പുരുഷനും സ്ത്രീയും. ഒരു പുരുഷനും സ്ത്രീനെയാണ് സ്നേഹിക്കേണ്ടത്. ഒരു പുരുഷൻ കൂട്ടുകാരിയായിട്ട് കൊണ്ടുനടക്കേണ്ടത് കൂട്ടുകാരനല്ല കൂടുതൽ കൊണ്ടുനടക്കുന്നത്, കൂട്ടുകാരികളെ തന്നെയാണ് കൊണ്ടുനടക്കേണ്ടത്. കാരണം വേറൊന്നുമല്ല, സജാതീയ ദ്രവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ദ്രവങ്ങളെ ആകർഷിക്കുകയും ചെയ്യുന്നൊരു സയൻസ് വാക്കുണ്ട്. ആ സയൻസ് വാക്ക് പോലെ തന്നെയാണ് സ്ത്രീയും പുരുഷനും തമ്മിലാണ് സ്നേഹം, ദൃഢമായ സ്നേഹം വരുള്ളൂ. കൂട്ടുകാരി ആവണമെങ്കിലും കാമുകിയാണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക ആൺമക്കളായിരിക്കും, അച്ഛന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക പെൺമക്കളേനായിരിക്കും. അച്ഛന്മാർ ആൺമക്കളേനെ മുമ്പിൽ തോൽക്കില്ല. പക്ഷെ ഒരു ചെറിയ പെൺകുട്ടിയുടെ മുമ്പിൽ പോലും ഒരു പിതാവ് തോൽവി സമ്മതിക്കും. അതാണ് സ്വാഭാവികമായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനം. അതുപോലെ തന്നെ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോൾ അംഗനവാടിയിൽ പോലും ഒരു പെൺകുട്ടി വന്നിട്ട് ലോഹ്യം പറയാൻ പറ്റുക ഒരു ചെറിയ ആൺകുട്ടിയുടെ അടുത്തേക്ക്, അല്ലാതെ അവിടെ പോയിട്ട് പെൺകുട്ടികളോടെ എല്ലാ കഥ പറയുക. അപ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ രക്ഷകർത്താക്കൾ, നമ്മുടെ കേരളം മൊത്തം ജനങ്ങൾ പെൺകുട്ടികളോട് പറയും, അതേ നീ വെറും ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് നീ ആൺകുട്ടികളോട് അധികം സംസാരിക്കണ്ട, അവരോട് മിണ്ടണ്ട, വർത്തമാനം പറയണ്ടെന്ന് പറയും. അതുപോലെ തന്നെ ഗേൾസ് സ്കൂള്, ബോയ്സ് ഹൈസ്കൂള്, ഗേൾസ് കോളേജ്, ബോയ്സ് കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറുപ്പം മുതലേ ആണും പെണ്ണും തമ്മിലൊരു സെപ്പറേഷൻ സൃഷ്ടിച്ചൊരു നാടാണ് കേരളം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മുടെ ബാംഗ്ലൂരിൽ 10-30 കൊല്ലം മുമ്പ് കോളേജ് വിട്ടിട്ട് 1-2 കൊല്ലം കഴിഞ്ഞ ശേഷം ബാംഗ്ലൂർക്ക് 2 മാസം പോയിട്ട് നാട് വിട്ടിട്ട് പോയിന്നുണ്ട്. ഒരു ചെറിയൊരു പെട്ടെന്നുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ പോയി. ഉള്ള കാശൊക്കെ അവിടെ കൊണ്ടുപോയി കുത്തിയിട്ടു. അപ്പോൾ അവിടെ പോയപ്പോൾ 2 മാസം സാധാരണ ചായക്കടയിൽ, പെട്ടിക്കട പോലത്തെ ചായക്കടയിൽ പ്ലേറ്റ് വീപ്പിൽ അവിടേക്ക് വെള്ളം കൊണ്ടുവരലൊക്കെ പണിയെടുത്തു. അന്നത്തെ കാലത്ത് ബാംഗ്ലൂര് ഞാൻ ഒരു 10-30 കൊല്ലം മുമ്പ് ഈ ബസ്സിൽ ഞാൻ ഒരു ആൺകുട്ടിയാണെങ്കിൽ
ആണുങ്ങളുടെ അടുത്ത് വന്നിട്ട് പെണ്ണുങ്ങൾ വന്നിരിക്കും, പെണ്ണുങ്ങളുടെ അടുത്ത് ആണുങ്ങൾ വന്നിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ പരസ്പരം പരിചയപ്പെടും, അല്ലെങ്കിൽ മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ കേരളത്തിലെ ബസ്സിൽ കയറുന്ന പോലെ ഈ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ കൈ മേലെ ആ കാലം ഈ ചെതലരിക്കണ പോലെ അരിക്കാനും നിൽക്കില്ല അവിടെ. അതേസമയം അവിടെ ആവശ്യമുള്ളവർക്ക് ആണിന് പെണ്ണും കിട്ടും, പെണ്ണിന് ആണും കിട്ടും. അത് അവിടെ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. അത് ആ ലാൽബാഗ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലത്തെ ഏറ്റവും വലിയ പാർക്കിൽ പോയി അറിയാം. അത് അന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ പുരുഷ അടുപ്പ് ഇവിടെ അല്ലെങ്കിൽ ഒരു സൗഹൃദം കേരളത്തിൽ വരാത്തത് കൊണ്ടാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതൊക്കെ. അത് ഞാൻ പറഞ്ഞില്ല, പേളിമാണി എന്ന നടി പറഞ്ഞത്. ഈ പേളിമാണിയിലത്തെ മാണി സാറ്, മാണി ആളുടെ അച്ഛൻ വലിയൊരു മോട്ടിവേറ്ററാണ്. അപ്പോൾ മോട്ടിവേറ്ററുടെ മകളായതുകൊണ്ട് തന്നെ പേളിമാണിക്ക് മോട്ടിവേഷൻ ചെയ്യാൻ അപാര കഴിവുണ്ട്. ഞാൻ എപ്പോഴും പറയുക മോട്ടിവേഷനാണ് സത്യം പറഞ്ഞാൽ പേളിമാണിക്ക് ഏറ്റവും കൂടുതൽ ചേരാന്ന് പറയുക. അപ്പോൾ പേളിമാണി പറയുന്നൊരു കാര്യം പറഞ്ഞ പീഡനത്തെ കുറിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാശ്മീരിലുള്ള ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടീനെ പീഡിച്ചിട്ട് എല്ലാവരും എല്ലാ സെലിബ്രിറ്റികളും അതിനെക്കുറിച്ച് പ്രതികരിച്ചു, മോശമാണ്. പക്ഷെ പേളിമാണി സംസാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പരാതികൾ വന്നു. അപ്പോൾ പേളിമാണി ഉറക്കത്തിന് കിടക്കയിൽ ലാപ്ടോപ്പ് കൊണ്ട് വെച്ചിട്ട് ഒരു മോട്ടിവേഷൻ പറയുന്നൊരു സീനെ ഞാൻ കണ്ടു. അപ്പോഴാണ് ഈ പേളിമാണിക്ക് മോട്ടിവേഷനിക്ക് എത്ര അധികം കഴിവുണ്ട് മനസ്സിലായി. നമ്മളെല്ലാവരും നെഗറ്റീവ് പ്രചരിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ആണായാലും പെണ്ണായാലും കുശുമ്പ് പറയാത്തവരില്ല. പെണ്ണുങ്ങൾ തമ്മിൽ അപ്പുറത്തും ഇപ്പുറത്തും മതിലൊക്കെ കുശുമ്പ് പറയുന്നത് അവരുടേതായ രീതിയിൽ സ്റ്റാൻഡേർഡിലും. ആണുങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു കുറ്റം പറയണമെന്ന് മാത്രം. പെണ്ണുങ്ങൾ ഓരോ വീടുകൾക്ക് കുറ്റം പറയും, വ്യക്തികളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ കുറ്റം പറയുന്നു. ഇപ്പോൾ ഞാൻ CPM-കാരനാണെങ്കിൽ കോൺഗ്രസ്സുകാരനെ കുറ്റം പറയും, ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിൽ CPM-കാരനെ കുറ്റം പറയും. അതൊരു തരത്തിൽ പറഞ്ഞ നെഗറ്റീവാണ്, പരദൂഷണമല്ലേ. ഈ സ്ത്രീകൾക്ക് തുല്യമായിട്ട് തന്നെ ആണുങ്ങളും പരദൂഷണം പറയും. സ്ത്രീകളെ മാത്രമേ പരദൂഷണത്തിന് ആണുങ്ങൾ കുറ്റമെടുത്തുക. ആണുങ്ങളും ചെയ്യണത് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ചെയ്യുന്നത് പരദൂഷണം തന്നെ, സ്ത്രീകളുടെ പരദൂഷണത്തിന് തുല്യമായൊരു കാര്യം. അപ്പോൾ ഈ പേളിമാണി പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും നെഗറ്റീവ് പ്രചരിപ്പിക്കും. ഞാൻ നെഗറ്റീവ് കാണുന്നുണ്ട്, എനിക്കതിൽ വിഷമമുണ്ട്. കാരണം ഈ ഇത്രയും ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാത്തത്, കൂടുതൽ ചർച്ച ചെയ്താൽ ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ അടിഞ്ഞിട്ട് അത് വീണ്ടും ചെയ്യാം. ക്രിമിനലിസായാലും ഒരാളിനെ കൊല്ലുകയാണെങ്കിലും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അതിങ്ങനെ ഒരു ദിവസമല്ല, അത് ഒരാഴ്ചയല്ല, ഒരു മാസം അതിങ്ങനെ കൊണ്ടുനടന്നുകൊണ്ടിരിക്കും. ഒരു പ്രമുഖൻ മരിച്ചാൽ അത് കൊണ്ടാടും. നെഗറ്റീവുകൾ കൊണ്ടാടുന്നവരാണ് സത്യം പറഞ്ഞാൽ പത്രമാധ്യമങ്ങൾ, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളും അതോടൊപ്പം പത്രങ്ങളും. കാരണം അതവരുടെ ഇത് കിട്ടാൻ, അതായത് റേറ്റിംഗ് കിട്ടാൻ, ജനങ്ങൾ കൂടുതൽ വായിക്കാനും കൂടുതൽ കാണാനും കേൾക്കാനും ചെയ്യുന്നൊരു തന്ത്രം. അവർ പോസിറ്റീവ് വാർത്തകൾ വളരെ കുറവേ വിടുള്ളൂ. അത് വേറൊന്നുമല്ല, ആണായാലും പെണ്ണായാലും പരദൂഷണം നെഗറ്റീവ് പ്രചരിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ പേളിമാണി പറഞ്ഞ കാര്യം ഒരു 10-25 ആൾ ആണുങ്ങളും ഒരു പെണ്ണായിട്ട് കാടിൻ്റെ നടുക്കൽ ഒരു ഷൂട്ടിങ്ങനെ പോയി. അപ്പോൾ ഒരു ഏകദേശം 10-15 ദിവസം അവിടെ തങ്ങണം. അപ്പോൾ അവിടെ ടെൻ്റൊക്കെ കെട്ടി ജീവിക്കുമ്പോൾ ഒരു പെണ്ണെന്ന നിലയ്ക്ക് പേടിയുണ്ട്. എന്നിട്ടും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ഈ 25 ആൺപിള്ളേരുടെ അടുത്തും ചേട്ടാ എന്ന് വിളിച്ചിട്ട് തമാശ പറഞ്ഞ് കളിച്ച് ഇരിക്കും ഉള്ളിൽ പോയി ഉണ്ടായാലും. അപ്പോൾ ചേട്ടാ എന്നുള്ള വിളിയിൽ ഒരു സഹോദരൻ്റെ ഒരു സ്ഥാനം അവിടെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, അടുത്തിടപഴകുമ്പോൾ ആണിന് പെണ്ണിനെ ആക്രമിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടും. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തുനിന്ന് ചായ കുടിക്കുമ്പോൾ
അപ്പുറത്ത് റോഡിനപ്പുറത്ത് ഒരുപാട് കൂട്ടുകാരികളോ പരിചയക്കാരോ ബന്ധുക്കളോ ആയിട്ടുള്ള സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഭയ, കാരണം ഞാൻ അവരോട് സംസാരിച്ചാൽ അവർക്ക് ദുഷ്പേരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പൊതു സ്ഥലത്ത് വെച്ച് സ്ത്രീകളോട് സംസാരിക്കില്ല. ഇപ്പോൾ ഒരു വണ്ടിയിൽ എൻ്റെ വാടക വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകുമ്പോഴോ സംസാരിക്കും. ഒരു സ്ത്രീ എന്നെയായിട്ട് അടുത്ത് പെരുമാറിയാൽ, സംസാരിച്ചാൽ, അടുത്ത് പെരുമാറുക എന്ന് പറഞ്ഞാൽ മറ്റ പെരുമാറ്റമല്ല, സംസാരിച്ചാൽ അത് ദീർഘകാല ബന്ധമായിരിക്കും. എനിക്ക് സ്ത്രീ സൗഹൃദങ്ങൾ ധാരാളമുണ്ട്. അത് വിചാരിച്ചു ഞാൻ ഫോൺ വിളിച്ചിട്ട് അവരോട് വിശേഷം പറയലും കഥ പറച്ചിലും ചാറ്റ് ചെയ്യുന്ന പരിപാടി മുക്കില്ല. നിങ്ങൾ എൻ്റെ മെസ്സഞ്ചർ പരിശോധിച്ച് നോക്കിയോ അല്ലെങ്കിൽ വാട്സപ്പ് പരിശോധിച്ചോ ഒരു പെണ്ണിനായിട്ട് ചാറ്റ് ചെയ്യുന്നത് കാണില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സ്ത്രീ വിഷയത്തിൽ എന്നെ വിലയിരുത്താൻ നിൽക്കണ്ട. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഇടയിൽ മറന്നു പറയാൻ വിട്ടുപോയി. അതായത് ഞാൻ കുന്നോളം ബസ് സ്റ്റാൻഡിൽ റോഡിൻ്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ആ സ്ത്രീകൾ അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ അത് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് ഈ ചൈനയിലത്തെ മതിൽ സൃഷ്ടിച്ച പോലെയാണ് ആ റോഡ്. അതാണ് കേരളത്തിലുടനീളം ആണിൻ്റെ പെണ്ണിൻ്റെ ഇടയിൽ ഒരു ചൈനയുടെ വൻമതിലാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. ഒരാണും പെണ്ണും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ബസ്സിലാണെങ്കിൽ ആകെ സംവരണം, അതായത് സ്ത്രീകൾക്ക് സംവരണം, പുരുഷന്മാർക്ക് സംവരണം ഒക്കെ. എന്നാൽ അത്യാവശ്യമായി സംവരണം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, നമ്മൾ അമ്മയും കുഞ്ഞും എന്നുള്ളതിന് 2 സീറ്റ് റിസർവ് ചെയ്യണം. 2 വികലാംഗർക്ക്, ആണായാലും പെണ്ണായാലും വികലാംഗർക്ക് 1-2 സീറ്റ് ചെയ്യണം. അവർ വന്നവർ നിർബന്ധമായിട്ടായിരിക്കണം. പുരുഷനും സ്ത്രീക്കും മാത്രമേ ഒരു സംവരണ സീറ്റുകളുടെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ദളിത് പട്ടികജാതി പട്ടികവർഗ സംവരണം കൂടി ബസ്സിൽ ഏർപ്പെടുത്തേണ്ടി വരും. ഞാനത് വേണമെന്നല്ല പറയുന്നത്, തമാശയിൽ കളിയാക്കും ഞാൻ. കാരണം ഇനിയിപ്പോൾ ബസ്സിൽ പട്ടികജാതി സംവരണം കൂടി നടത്താറുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബസ്സിൽ അടികത്തിരുന്നു വിചാരിച്ച് കുട്ടികളൊന്നും ഉണ്ടാവാൻ പോളില്ലല്ലോ, അവിഹിതം നടക്കാനൊന്നും പോളില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് മാറ്റം സ്കൂൾ കുട്ടികൾ, +1 +2 കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ അടുത്തൊരുമിച്ച് ഇരുന്നിട്ട് കൂട്ടുകാരനും കൂട്ടുകാരികളും പോണത്. അത് തെറ്റായ രീതിയിൽ കാണുന്നൊരു സമൂഹമാണ് മുതിർന്ന ആളുകൾ. ഏത് അവൾ ഒരേ കോളേജിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയും കൂടിയിട്ട് ബസ്സിൽ ഒരുമിച്ച് ഇരുന്ന 1000 കണ്ണുകൾ അവരന്വേഷിക്കും. അതിൻ്റെ ആവശ്യം എന്താണ്? അതുപോലെ ഒരാണും പെണ്ണും കൂടിയിട്ടൊരു പ്രേമസല്ലാപം നടത്തുമ്പോൾ അത് നോക്കിയിട്ട് നോക്കി ഇത് ഓന്ത് ചോര കുടിക്കണ പോലെ നോക്കിക്കൊണ്ടിരിക്കും. പറ്റിയെങ്കിൽ ഒരു വീഡിയോ എടുക്കും, എന്നിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രചരിപ്പിക്കും. അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും കൂട്ടുകാരനായാലും കൂട്ടുകാരിയായാലും കാമുകനായാലും കാമുകിയും ഭാര്യയും വെറുതെ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം പ്രൈവസിയുണ്ട്. ഒന്നാമത്തെ കാര്യം, നിയമപരമായിട്ട് ഒരു പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും കൂടിയിട്ട് എന്ത് കാണിച്ചാലും നമുക്ക് ചോദിക്കാനുള്ള അധികാരമില്ല. ആ സദാചാര പോലീസ് എന്ന് പറഞ്ഞ സംഭവമേ പോയിട്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്ന് ജയിലിൽ പോയി എടുക്കുന്ന നമ്മളാവുക. അപ്പോൾ അതിൻ്റെ ഒരു മാനസികവശം എന്താണെന്നറിയുമോ? അതായത് ഒരാണും പെണ്ണും തമ്മിൽ നൈറ്റ് വന്നിട്ടൊരു കാമുകൻ കാമുകിയുടെ അടുത്തേക്ക് വന്നു, അല്ലെങ്കിൽ കാമുകനും കൂടിയിട്ട് സന്ധിക്കാൻ വേണ്ടിയിട്ട് രാത്രി കൊണ്ടു ഉറക്കൊളിച്ച് കാത്തിരുന്ന് അവർ പിടിച്ച് പൊതുജന മധ്യത്തിൽ വെച്ചു കെട്ടിയിട്ടു. അത് എന്താ അതിൻ്റെ വശം എന്നറിയോ? കാക്ക തിന്നണ കോഴിക്കണ്ടൂടാ. അതായത് എനിക്ക് കിട്ടുന്ന മുതലിന് മറ്റുള്ളവർ തിന്നണ്ട എന്നതാണ് ഈ സദാചാര പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയം. അപ്പോൾ മനസ്സിലായോ? എനിക്ക് കിട്ടലില്ല, പിന്നെന്താ അവന് കൊടുക്കണ്? ഇത് അയൽപ്പക്കത്തുള്ള ഞങ്ങളൊക്കെ വട്ടന്മാരാണോ? അപ്പുറം വന്നൊരു ചെക്കൻ വന്നിട്ട് എൻ്റെ ഉള്ളിലേക്ക് കറണ്ട് കാര്യമുണ്ടോ? ഞങ്ങളെ വിളിച്ചുകൂടെ? അത് പറയും തെറ്റാ. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട ആണിനെയാണ് അവൾ വിളിച്ചു കയറ്റുക. അവൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ആണിനെയാണ് അവളുടെ മനസ്സിനകത്തായാലും അവളുടെ ശരീരവും തൊടാറുള്ളത്. ഈ സ്വാതന്ത്ര്യം, ഇത് ഒരു വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രൈവസി കിട്ടാത്തൊരു നാടാണ് കേരളം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്
ഏറ്റവും കൂടുതൽ എത്ര തന്നെ ഒരു സ്ത്രീനെ പിന്തുണച്ചാലും കേരളത്തിൽ സ്ത്രീകളുടെ വിഷമതകൾ തീർന്ന ഒരു കാലം വരില്ല. അത് നമ്മുടെ കൾച്ചറിൽ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവുക, ഭയങ്കര താല്പര്യം ഇൻട്രസ്റ്റും ഭയങ്കര സന്തോഷമാവുക. ഒരാണിനും ഒരു മകനും ഒരു ഭാര്യനെ കൊണ്ടുവരുമ്പോഴുള്ള കല്യാണം നടക്കാൻ. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ ഹിന്ദു കൺസെപ്റ്റ് അനുസരിച്ച് 3 ദിവസം ഭാര്യ വീട്ടിൽ കഴിഞ്ഞിട്ട് 3-ാം ദിവസം അവിടേക്ക് വരിക. അവർ കൊണ്ടാക്കി പോവും. ആ കൊണ്ടാക്കി വന്നിട്ട് ആദ്യത്തെ ദിവസം പറയും മോളൊന്നും ചെയ്യണ്ട കേട്ടോ, അല്ലെങ്കിൽ ഒരാഴ്ച മോളൊന്നും ചെയ്യണ്ട കേട്ടോ. പിന്നെ പറയുന്നത് ചെയ്യാത്തതിനെ പറ്റിയിട്ടാണ് പറയുക. ഇത് മനസ്സിലായി. പിന്നെ ആദ്യം മകളെ പോലെ കണ്ട് ഒട്ടിപ്പിടിച്ച് സ്നേഹിക്കും അമ്മായിമ്മമാരും നാത്തൂന്മാരൊക്കെ. പിന്നീട് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് പോര് കൊടുക്കുക ഒരു വീട്ടിൽ ഭർത്താവിൻ്റെ സഹോദരങ്ങളോ സഹോദരന്മാരോ അച്ഛനന്മാരോ അല്ല, സ്ത്രീകൾ തന്നെയാണ്. അതായത് ഒരു പെണ്ണ് കല്യാണം കഴിച്ചൊരു മരുമകളായിട്ട് അമ്മായിമ്മ ആവണ വരെ അനുഭവിച്ചതൊക്കെ മകൻ്റെ ഭാര്യയ്ക്ക് കൈമാറുക, പീഡനം, അമ്മായിമ്മ പീഡനം നടത്തുക. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യമായിട്ട് കേരളം രൂപീകരിച്ച കാലഘട്ടം മുതൽ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കൈമാറ്റം, കുടുംബപരമായി കൈമാറ്റം കൊടുക്കുന്ന വൃത്തിയായിട്ട ഏർപ്പാട്. ഒരു മകള് ഭർത്താവ് ആയിട്ട് വരുന്നിട്ട് നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ അവർക്ക് സമൃദ്ധമായ ഒരു വിരുന്ന കൊടുക്കുക, സമൃദ്ധമായ സ്നേഹം കൊടുക്കുക, സമൃദ്ധമായ വാത്സല്യം കൊടുക്കുക. മകളുടെ ഭർത്താവും ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും കൂടിയിട്ട് എൻ്റെ ഭാര്യ വീട്ടിൽ ഇന്ന് പോയാൽ പോലും ഇരുത്തുകൊണ്ട് പോലെയാവുക. അതേസമയം അതേ വീട്ടിലെ മകനും മരുമകളും ആയിട്ട് ഇന്ന് തല്ലുട്ട. ഇത് തന്നെയാണ് എല്ലാ വീട്ടിലുള്ളത്. എൻ്റെ വീട്ടിൽ നടക്കുന്നത് ഇങ്ങനെ. ഞാൻ കല്യാണം കഴിക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കല്യാണം കഴിച്ച് ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ അമ്മായിമ്മയും കൂടിയിട്ട് എൻ്റെ ഭാര്യയും അമ്മായിമ്മയായിട്ടുള്ള എൻ്റെ അമ്മയും കൂടിയിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു, തലയിൽ നോക്കും. പിന്നെ ഈ അച്ഛനും അമ്മയും കൂടിയിട്ട് ഞങ്ങളെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കില്ല. ഇത് എൻ്റെ വീട്ടിലും എൻ്റെ ഭാര്യ വീട്ടിലും നടക്കുന്നതല്ല. കേരളം മുഴുവൻ അതാണ് പാരമ്പര്യം. അതുകൊണ്ട് പെൺകുട്ടികൾ ഒരു തീരുമാനം എടുത്തു, അറിഞ്ഞുകൊണ്ട്. ഞാൻ ആൺകുട്ടികൾക്ക് വേണ്ടി പറഞ്ഞിപ്പോൾ പെൺകുട്ടികൾക്കായിട്ട. അതിന് കാരണമുണ്ട്. എനിക്കൊരു സഹോദരി ഇല്ലാത്ത എൻ്റെ നക്ഷത്രം തന്നെ ചതയം വരുണനാണ്. ദേവനാണ് നക്ഷത്ര ദൈവം. ആ വരുണൻ എന്ന് പറഞ്ഞ കടലാണ്, സമുദ്രമാണ് ജലത്തിൻ്റെ ദേവതൻ. ഈ ജലം, കടല്, സമുദ്രം ഒക്കെ സ്ത്രീനെ ഉപയോഗിക്കാരെയാണ് പുരുഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ സ്ത്രീപക്ഷത്തേക്ക് തന്നെ പോകുള്ളൂ. അവരുടെ വിഷമങ്ങളെ കൂടുതൽ പറയുക, അവരുടെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണീരും ഞാൻ കൂടുതൽ ഓട്ടോമാറ്റിക് പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഭാര്യ അല്ലാത്തൊരു സ്ത്രീ ശാരീരികമായിട്ട് ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കാര്യമായിട്ടൊന്നുമില്ല. മനസ്സിലായി. അപ്പോൾ സ്ത്രീലമ്പടന എന്നുള്ളൊരു ചിത്രീകരണമൊന്നും വേണ്ട. ഞാൻ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് സ്ത്രീകളുടെ അവസ്ഥ കേരളത്തിൽ അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഒരു അമ്മയ്ക്ക് അനുഭവിക്കുന്ന പീഡനങ്ങൾ ഒരു മകള് കാണുന്നുണ്ട്. ജനിച്ച് വളർന്ന് ഒരു മകള് അമ്മയുടെ വിഷമങ്ങളാണ് കാണുന്നത്, ഒരു വീട്ടിൽ കിട്ടുന്നത്. അപ്പോൾ അമ്മമാരും ചിന്തിക്കണം, എന്താ എൻ്റെ മകൾക്ക് എൻ്റെ ഗതി വരരുതെന്ന്. അപ്പോൾ അവരുടേതായ നിലപാടെടുക്കണം. ഇതാണ് കറണ്ട് പോയി, അതാണ് വിളിച്ചില്ലത്. അപ്പോൾ നിലപാടെടുക്കണം. ഇതാണ് നമ്മുടെ നാട്. അപ്പോൾ നമ്മൾ ആ വിവാഹ കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയായ സമൂഹക്കൂട്ടിൽ ചെന്ന് സമൂഹത്തിന് ഭക്ഷണമാവാൻ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകൾ
വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടാതെ വരുന്നത്. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം, അവരുടേതായ ഒരു പ്രൈവസി ലഭിക്കുക. അവർ ഇൻ്റർനെറ്റിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർക്ക് മനസ്സിലായത് യൂറോപ്യൻ കൺട്രിയിൽ ജീവിക്കണമെന്ന്. അതുകൊണ്ടാണ് അവർ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രിയിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ അവർ നമ്മുടെ നാട്ടിലാണെങ്കിൽ വിവാഹം കഴിച്ച ഉടനെ ഒറ്റയ്ക്കൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് സ്വന്തമായി വാങ്ങിയിട്ട് അതിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി അതിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. കാരണം കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ കേരള ജനത തയ്യാറാവണില്ല വിവാഹ വിഷയത്തിൽ. അതുപോലെ വിവാഹ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വീഡിയോകൾ ഘട്ടം ഘട്ടമായിട്ട് കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എനിക്ക് പറയാനുള്ളത് 2 എന്നൊരു ഭാഗത്തിന് ശേഷം അതിൻ്റെ തുടർച്ചയല്ല പറഞ്ഞത്. ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ അത് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ കുറേ പറയാനുണ്ട്. അതുപോലെ ഞാൻ മനസ്സിലാക്കിയും പഠിച്ച കാര്യങ്ങൾ എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത കാരണം, നമ്മളെന്ത് പറയുകയാണെങ്കിലും ആ പറയുന്നത് കേൾക്കാൻ ഒരാളില്ലെങ്കിൽ കാര്യമില്ലല്ലോ. നമ്മളത് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടുന്നു. അപ്പോൾ അത് കാണുന്നവർ കണ്ടോട്ടെ. ഞാൻ ആരോടും കാണാനും പറയണില്ല, അത് ലൈക്ക് ചെയ്യാനും പറയണില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് അതിന് ഫണ്ട് വരാൻ വേണ്ടിയിട്ടല്ലോ. എൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും പരാജയങ്ങളിലുണ്ടായ അപമാനങ്ങളും ഇറക്കി വയ്ക്കാൻ ഒരു മാധ്യമമായിട്ട് ഞാൻ അതിന് കാണുന്നുള്ളൂ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർക്കുന്നു. ആ പറഞ്ഞു തീർക്കുമ്പോൾ എനിക്കൊരു മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടും. അതിനു വേണ്ടി പറയണം. അപ്പോൾ താങ്ക്സ്. കറണ്ട് വന്നിട്ടില്ല. ലാസ്റ്റ് ആകുമ്പോൾ ഇരുട്ട് വന്നിട്ടുണ്ടെങ്കിൽ സൗണ്ട് കുറവോ ക്ലിയർ കുറവോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം.